My dear students, good morning to everyone. We are in our sixth online class on our subject methodology of humanities. നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടായിരുന്നു. ആ ഭാഗങ്ങളിലാണ് എടുക്കുന്നത്. രണ്ടാമത്തെ മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ അതിൽ നമ്മൾ ലാംഗ്വേജ് ആൻഡ് കൾച്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞു. ശേഷം ലാംഗ്വേജ് ആൻഡ് ഹിസ്റ്ററി അതും നമ്മൾ വിശദീകരിച്ചു. അതിനുശേഷമുള്ള ലാംഗ്വേജ് ഇൻ റിലേഷൻ ടു ക്ലാസ്, കാസ്റ്റ്, റേസ് ആൻഡ് ജെൻഡർ. അതിലുള്ള ജെൻഡറാണ് നമ്മൾ പറയാനുള്ളത്. ആ ഒരു സബ് ഹെഡിങ് നിങ്ങൾ എടുത്തു വെക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ടുഡേയ്സ് പോർഷൻ. ഓക്കെ, ലാംഗ്വേജ് ആൻഡ് ജെൻഡർ. ജെൻഡർ അതായത് ഭാഷയും, ജെൻഡർ എന്ന് പറഞ്ഞാൽ സെക്സ്, അതായത് മെയിൽ ഓർ ഫീമെയിൽ നമ്മൾ വേർതിരിക്കുന്ന ജെൻഡർ. അപ്പോൾ അത് നമ്മൾ ലാംഗ്വേജും ഇതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചെറുതായിട്ട് നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ലാംഗ്വേജ് പിന്നെ കാസ്റ്റുമായിട്ടുള്ള ബന്ധം എന്താണ്, അതായത് ഭാഷയിൽ, ജാതിയിൽ പല ഭാഷാ പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ നിന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു രീതി തന്നെ ഇനി ഭാഷയും ജെൻഡറും തമ്മിലുള്ള ആ ഒരു ബന്ധം. ജെൻഡർ ഈസ് കീ എലമെൻറ്റ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് ഓഫൻ ലൂസ്ലി ലിങ്ക്ഡ് ടു പെർസീവ്ഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സെക്സസ്. അതായത് ജെൻഡർ എന്നുള്ളതൊരു പ്രധാന എലമെൻറ്റാണ് എന്തിന്, സോഷ്യൽ റിലേഷൻഷിപ്പുകളിൽ. ഓഫൻ ലൂസ്ലി ലിങ്ക്ഡ് ടു പെർസീവ്ഡ് ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സെക്സസ്. അതായത് സ്ത്രീ പുരുഷൻ എന്നുള്ള ആ രണ്ട് ഇടയിലുള്ള വ്യത്യാസങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കീ എലമെൻ്റ് ആയിട്ടാണ് ജെൻഡർ എന്ന് പറയുന്നത്. ജെൻഡർ റിലേഷൻസ് ആർ എൻകോഡഡ് ഇൻ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സിംബോളിക് റെപ്രസെൻറ്റേഷൻസ്, നോർമേറ്റീവ് കൺസെപ്റ്റ്സ്, സോഷ്യൽ പ്രാക്ടീസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ ഐഡൻറ്റിറ്റീസ്. ജെൻഡർ റിലേഷൻ എന്ന് പറഞ്ഞത് ഈ ബന്ധം ആർ എൻകോഡഡ്, അത് പിന്നെ ലിഖിതമാണ്. ഇവിടെ ഇൻ ലിംഗ്വിസ്റ്റിക്, ഭാഷയിലുണ്ടത്. ഈ ജെൻഡർ ലിംഗവ്യത്യാസങ്ങൾ, ലിംഗബന്ധങ്ങൾ അതുണ്ട്. ആൻഡ് സിംബോളിക് റെപ്രസെൻറ്റേഷൻസ്, എന്തൊക്കെ നമ്മൾ ചിത്രങ്ങൾ വരക്കുന്നതിലും മറ്റെല്ലാത്തിലും. നോർമേറ്റീവ് കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കൺസെപ്റ്റുകളിൽ, പല കൺസെപ്റ്റുകളിലുണ്ട്. സോഷ്യൽ പ്രാക്ടീസുകളിലുണ്ട്, സമൂഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ ഐഡൻറ്റിറ്റീസ്, സ്ഥാപനങ്ങളുടെ, വ്യവസ്ഥകളുടെ, അതേപോലെ സാമൂഹിക ഐഡൻറ്റിറ്റികൾ, എല്ലാത്തിലും ഈ ജെൻഡർ ഡിഫറൻസ് അല്ലെങ്കിൽ ജെൻഡർ റിലേഷൻസ് എന്നുള്ളത് ഉള്ളതാണ്. സെക്കൻഡ്, ജെൻഡർ ഈസ് എ പ്രൈമറി അറേന ഫോർ ആർട്ടിക്കുലേറ്റിംഗ് പവർ. ജെൻഡർ എന്ന് പറയുന്നത് ഒരു പ്രൈമറി അറേന, ഒരു പ്രൈമറി ഏരിയ ഫോർ ആർട്ടിക്കുലേറ്റിംഗ് പവർ. എന്തിനു വേണ്ടിയുള്ള, ഒരു പവറിനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള. ഇൻ്റർസെക്റ്റിംഗ് ഇൻ കോംപ്ലക്സ് വേസ് വിത്ത് ദ അതർ ആക്സസ് ഓഫ് ഇനീക്വാളിറ്റി. അതേപോലെ തന്നെ അതെന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു എന്തിനെ, ഇൻ കോംപ്ലക്സ് വേസ് വിത്ത് ദ അതർ ആക്സസ് ഓഫ് ഇനീക്വാളിറ്റി. ഇനീക്വാളിറ്റിയുടെ മറ്റുള്ള തലങ്ങളെയും എന്നർത്ഥം. ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമത്വമില്ലായ്മ. ഇതുപോലെ ക്ലാസ്, റേസ് ആൻഡ് സെക്ഷുവാലിറ്റി. അപ്പോൾ ഇതിലൊക്കെ ഉള്ള പോലെ തന്നെ ഭാഷയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജെൻഡർ എന്ന് പറയുന്നത് പ്രൈമറി അരേന തന്നെയാണ്. എന്തിനുള്ള, ഫോർ ആർട്ടിക്കുലേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഒരു മെയിൽ ഓറിയൻറ്റേഷൻ എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. ഉദാഹരണത്തിന് ഭാഷ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശദീകരിക്കുക. ജെൻഡർ ഈസ് അണ്ടർസ്റ്റുഡ് ആസ് മൾട്ടി ഫെസറ്റഡ്, ഓൾവേസ് ചേഞ്ചിങ് ആൻഡ് ഓഫൺ കോണ്ടസ്റ്റഡ്. അതായത് ജെൻഡർ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടി ഫെസറ്റഡ്, വിവിധ തലങ്ങളുള്ളതാണത്. ഓൾവേസ് ചേഞ്ചിങ്, എല്ലായ്പ്പോഴും മാറി വരാം. അതായത് സമൂഹത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് എന്ത് ചെയ്യാം, പ്രയോഗങ്ങളിൽ മാറ്റം വരാം. ഓഫൺ കോണ്ടസ്റ്റഡ്, പലപ്പോഴും പിന്നെ അതിന് മത്സരത്തോടു കൂടി, അതായത് അതിന് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതും മാറ്റത്തിരുത്തലുകൾ വരുത്തപ്പെട്ടതുമാണെന്നർത്ഥം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ചില വാക്കുകളിൽ നമ്മൾ പ്രയോഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൽ ഡൊമിനേഷൻ വരുന്നുണ്ട്. അതാണ് അവിടെ നേരത്തെ പറഞ്ഞ ആ ഒരു ആർട്ടിക്കുലേറ്റിംഗ് പവർ എന്ന് പറഞ്ഞത്. ഉദാഹരണത്തിന് പോലീസ് മാൻ എന്ന് പറയും, അല്ലെങ്കിൽ പോലീസ് മെൻ എന്ന് പറയുന്നത്, അതൊരു പുരുഷ പ്രയോഗമാണ്, മാൻ ഓർ മെൻ എന്ന് പറയുന്നത്. ആ ഒരു രീതി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ മിക്ക കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നത് കാണാം, ആ മാൻ എന്നുള്ള പ്രയോഗം. അപ്പോൾ അതൊരിക്കലും പോലീസ് വുമൺ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, ഉപയോഗത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. പോസ്റ്റ് മാൻ എന്നുള്ളത്, ആ പ്രയോഗങ്ങളൊക്കെ അതൊക്കെ ഭാഷയും ജെൻഡറും ബന്ധപ്പെട്ട് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളാണ്. പിന്നെ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ഭാഷയിൽ മാറ്റങ്ങൾ വന്ന്, ചേഞ്ചുകൾ വന്ന്
മിക്ക ഇതിനും ഉപയോഗിക്കാൻ സ്ത്രീകൾക്കാവട്ടെ പുരുഷന്മാർക്കാവട്ടെ ഉപയോഗിക്കാനുള്ള പദങ്ങളും സെപ്പറേറ്റ് പദങ്ങളും അതിനെ സെയിം ആക്കിക്കൊണ്ടുള്ള പദങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ബന്ധത്തെക്കുറിച്ച്, റിലേഷൻസിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ടോപ്പിക് ഓഫ് ലാംഗ്വേജ് ആൻഡ് ജെൻഡർ ഈസ് കൺസേൺഡ് വിത്ത്. ഈ ലാംഗ്വേജ് ആൻഡ് ജെൻഡർ എന്നുള്ളത് വിഷയം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ദ ഡിഫറെൻറ്റ് വേയ്സ് ഇൻ വിച്ച് മെൻ ആൻഡ് വിമൻ യൂസ് ലാംഗ്വേജ്. ഒന്നാമത്തെ പോയിൻ്റ്, ഈ ഒരു പഠനം ലാംഗ്വേജ് ആൻഡ് ജെൻഡർ എന്നുള്ള ടോപ്പിക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള? ദ ഡിഫറെൻറ്റ് വേയ്സ്, വ്യത്യസ്തമായ രീതികൾ ഇൻ വിച്ച് മെൻ ആൻഡ് വിമൻ ആർ യൂസ് ലാംഗ്വേജ്. സ്ത്രീയും പുരുഷനും ഭാഷ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു അതിൻ്റെ രീതികൾ, വ്യത്യസ്ത രീതികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഒന്ന് ഈ ടോപ്പിക്ക്. മറ്റൊന്ന്, ഹൗ ദ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് റിഫ്ലക്ട്സ് ആൻഡ് ഓർ പ്രൊമോട്ട്സ് ജെൻഡർ ഡിവിഷൻ വിത്തിൻ എ സൊസൈറ്റി. അത് ഹൗ ദ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്, ഒരു ഭാഷയുടെ ഘടന എങ്ങനെ പ്രതിഫലിക്കുന്നു അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നു ജെൻഡർ ഡിവിഷൻ വിത്തിൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിൽ തന്നെയുള്ള ജെൻഡർ ഡിവിഷനുകൾ എന്ന് പറഞ്ഞാൽ, ജെൻഡർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഇന്ന ഏരിയ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, പിന്നെ ചില പ്രയോഗത്തിൽ നമ്മൾ പറയും, നീ എന്തൊരു പെണ്ണിനെ പോലെ സംസാരിക്കുന്നത്, എന്തൊരു ആണിനെ പോലെ സംസാരിക്കും. അതൊക്കെ ഒരു സംസാരം എന്ന് പറഞ്ഞ ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ജെൻഡർ ഡിവിഷൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പിന്നെ അതൊക്കെ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് പ്രതിഫലിക്കുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ജെൻഡർ ഡിവിഷനെ ഒരു സമൂഹത്തിനല്ലേ. അതിലിപ്പോൾ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ ഡിഫറെൻറ്റ് വേയ്സ് ഇൻ വിച്ച് മെൻ ആൻഡ് വിമൻ യൂസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഇൻ കൺസിഡറിങ് ദ ഫസ്റ്റ് ഐഡിയ, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ്. ചില ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്താണ്? ഡസ് വൺസ് ജെൻഡർ ടെൻ ടു എംപ്ലോയ് മോർ പൊളൈറ്റ് എക്സ്പ്രഷൻസ്. ഒരാളുടെ ജെൻഡർ അത് പിന്നെ അയാൾ കൂടുതൽ പൊളൈറ്റ് എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്നത് കാരണമാകുന്നുണ്ടോ? യൂസ് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് ഇൻറ്റോണേഷൻ വെൻ സ്പീക്കിംഗ്. സംസാരിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഏറ്റക്കുറിച്ചുള്ള ടോണിലുള്ള വ്യത്യാസം. ഇപ്പോൾ പുരുഷന്മാരെ സൗണ്ട് ഇന്ന രീതിയിൽ, സ്ത്രീകളുടെ സൗണ്ട് ഇന്ന രീതിയിൽ, അങ്ങനെ രീതി വ്യത്യാസങ്ങളുണ്ടോ? ടെൻ ടു സ്പീക്ക് ലൗഡർ, ഉറക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീ ആണെങ്കിൽ പതുക്കെ, പുരുഷനാണെങ്കിൽ ഉറക്കെ സംസാരിക്കുക എന്നുള്ള ഒരു വിഷയമുണ്ടോ? ഇൻട്രപ്റ്റ് മോർ, കൂടുതൽ ഇടയിൽ കയറി പറയുക, അതായത് കൂടുതൽ ഇടയിൽ വാക്കുകൾ വരിക എന്നുള്ള വിഷയം വരുന്നുണ്ടോ? എംപ്ലോയ് എ ഗ്രേറ്റർ പിച്ച് റേഞ്ച്, വലിയ പിച്ച് റേഞ്ചിലുള്ള പ്രയോഗങ്ങൾ വരുന്നുണ്ടോ? യൂസ് ഡിഫറെൻറ്റ് ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. സംസാരിക്കുന്ന സമയത്ത് വ്യത്യസ്തമായ ശരീരഭാഷകളും അതേപോലെ മുഖഭാവങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഒന്നാമത്തെ ഈ ഡിഫറെൻറ്റ് വേയ്സ് ഇൻ വിച്ച് മെൻ ആൻഡ് വിമൻ യൂസ്, അതായത് സ്ത്രീയും പുരുഷനും ഭാഷ ഉപയോഗിക്കുന്നതിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ അതിൽ ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങളാണ് യഥാർത്ഥം എന്ന് പറഞ്ഞാൽ, സ്ത്രീയും പുരുഷനും ഉപയോഗിക്കുന്നിടത്ത് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ആ ഒരു പിന്നെ ടോപ്പിക്കിൻ്റെ ഈ വിഷയം ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഉയർന്നു വരുന്നുണ്ട്. രണ്ടാമത്തെ ആ പോയിൻ്റ്, എങ്ങനെയാണ് ഒരു ഭാഷയുടെ ഘടന, സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് അത് റിഫ്ലക്ട്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു സമൂഹത്തിനിടയിൽ ഈ ലിംഗവ്യത്യാസത്തെ എന്ന് പറഞ്ഞാൽ ജെൻഡർ ഡിഫറൻസിനെ എങ്ങനെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് രണ്ടാമത്തെ അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ, റിഗാർഡ് ദി സെക്കൻഡ് ഏരിയ കൺസിഡർ ദ ഫോളോയിങ് എക്സാംസ്. രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Anyone who has studied a second language recognizes that his language is intimately connected to his sense of self. നോക്കുക, ഒരു ഉദാഹരണം. ആരെങ്കിലും ഒരാൾ, anyone means ആരെങ്കിലും ഒരാൾ, ഏതൊരാളാവട്ടെ, ഹു ഹാസ് സ്റ്റഡീഡ് എ സെക്കൻഡ് ലാംഗ്വേജ്, ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ച ഒരാൾ റെക്കഗ്നൈസ് ദാറ്റ് ഹീസ് എന്ന് പറഞ്ഞ പോയിന്റ് നോട്ട് ചെയ്യുക. അത് ഹീസ് എന്ന് പറഞ്ഞാൽ അവൻ, റെക്കഗ്നൈസസ് അവൻ തിരിച്ചറിയുന്നു, ദാറ്റ് ഹീസ് ലാംഗ്വേജ് അവൻ്റെ ഭാഷ ഈസ് ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് ടു ഹിസ് സെൻസ് ഓഫ് സെൽഫ്, അത് അവൻ്റെ സെൽഫുമായിട്ട് അങ്ങേറ്റം കണക്റ്റഡ് ആണെന്ന് അവൻ തിരിച്ചറിയുന്നു. അവിടെ ഉപയോഗിച്ച വാക്ക് ദ വേർഡ് ഹിസ് എന്നുള്ളത് നോക്കുക. ആസ് ഓപ്പോസിറ്റ് ടു, അതിന് നേരെ ഓപ്പോസിറ്റ് മറ്റൊരു അതേ സെൻറ്റൻസിന് വരിക നോക്കുക. ഓൾ ഓഫ് അസ്, നമ്മളെല്ലാവരും, ഹു ഹാസ് സ്റ്റഡീഡ് എ സെക്കൻഡ് ലാംഗ്വേജ്, നമ്മൾ ഈ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ച് നമ്മൾ റെക്കഗ്നൈസ് ദാറ്റ്, നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അവർ ലാംഗ്വേജ് ഈസ് ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് ടു അവർ സെൻസ് ഓഫ് സെൽഫ്, നമ്മുടെ സെൻസ് ഓഫ് സെൽഫുമായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചറിയുന്നു. ഇവിടെ വാട്ട് ഇസ് ദ ഡിഫറൻസ് യു മൈറ്റ് ആസ്ക്. എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, വൈ ഷുഡ് വൺ പ്രൊനൗൺ ബി സോ ഇമ്പോർട്ടൻറ്റ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും എന്താണ് ഇവിടെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, വൈ ഷുഡ് വൺ പ്രൊനൗൺ ബി സോ ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രൊനൗണിന് എന്തുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുത്തു? ദ യൂസ് ഓഫ് ദ മാസ്കുലിൻ പ്രൊനൗൺ ഇൻ ദ ജനറിക് സെൻസ്
is one of the ways in which the superiority of the masculine gender over the feminine gender is established എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഹീസ് എന്ന് പറഞ്ഞത്, പക്ഷേ അതിന് സബ്ജക്റ്റ് എനിവൺ ആയിരുന്നു. എനിവൺ എന്ന് പറഞ്ഞതിൽ ആണും പെടും പെണ്ണും പെടും, മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള വ്യത്യാസമില്ല. എനിവൺ എന്ന് പറഞ്ഞാൽ അതൊരു മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരും ആരാവട്ടെ. ഹു ഹാസ് സ്റ്റഡീഡ് സെക്കൻഡ് ലാംഗ്വേജ് വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ള പ്രൊനൗൺ ഏതാണ്? ഹീസാണ്. അവിടെ കൊണ്ടുവന്ന് ആ എനിവൺ എന്ന് പറഞ്ഞ അതിന് ആളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പ്രൊനൗൺ ഹീസാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ദ യൂസ് ഓഫ് മാസ്കുലിൻ പ്രൊനൗൺ. ഹീസ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇറ്റ് ഈസ് എ മാസ്കുലിൻ പ്രൊനൗൺ ആണ്. ഇവിടെയുള്ള ഉദാഹരണത്തിന് എനിവൺ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എനിവൺ എന്ന് പറഞ്ഞാൽ എനിവൺ എന്ന് പറഞ്ഞാൽ അത് മെയിൽ ഓർ ഫീമെയിൽ, നോ ഡിഫറൻസ്, ആരും പെടാതിൽ. അപ്പോൾ എനിവൺ എന്ന് പറഞ്ഞ ആ സബ്ജക്റ്റ് ഉപയോഗിച്ച് കൊടുത്ത് അതിൻ്റെ ശേഷം വന്ന് ആ പ്രയോഗത്തിൽ എന്ത് ചെയ്യുന്നു? ഹീസ് എന്നുള്ള മാസ്കുലിൻ പ്രൊനൗൺ ആണ് എന്ത് ചെയ്യുന്നത്? അത് ഇൻ ജനറിക് സെൻസിൽ ഉപയോഗിക്കുന്നു. ഈസ് വൺ ഓഫ് ദ വേസ് ഇൻ വിച്ച്, ഇതൊരു രീതി എന്തിന്? ഇൻ വിച്ച് ദ സുപ്പീരിയോറിറ്റി ഓഫ് ദ മാസ്കുലിൻ ജെൻഡർ ഓവർ ദ ഫെമിനിൻ ജെൻഡർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ മാസ്കുലിൻ ജെൻഡർ ആരുടെ? ഫെമിനൈൻ ജെൻഡറിന് മേലിൽ ഒരു അധികാരം വെച്ച് പുലർത്തുക, അതിൻ്റെ ഒരു സുപ്പീരിയോറിറ്റി വെച്ച് പുലർത്തുന്നതിൻ്റെ ശ്രമിച്ച ഒരു രീതിയാണ് ഇത് എന്ന്, ഭാഷയിലൂടെ ശ്രമിച്ച ഒരു രീതിയാണ് ഇത് എന്നാണ് എന്ത് ചെയ്യുന്നത്? അതിന് വിശദീകരിക്കപ്പെടുന്നത്. ലാംഗ്വേജ് റെൻഡേഴ്സ് വിമൻ ഇൻവിസിബിളി ബൈ ദ ജനറിക് യൂസേജ് ഓഫ് മാസ്കുലിൻ പ്രൊനൗൺ ഹി, ഹിം ആൻഡ് ഹിസ് ടു റെഫർ ടു ബോത്ത് മെൻ ആൻഡ്, അതായത് സ്ത്രീയെയും പുരുഷനെയും സൂചിപ്പിക്കാൻ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഹി അല്ലെങ്കിൽ ഹിം ഓർ ഹീസ് എന്നുള്ള ഈ പ്രയോഗങ്ങൾ. അപ്പോൾ ലാംഗ്വേജ് റെൻഡേഴ്സ് വിമൻ ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീയെ ഒരിക്കലും എടുത്ത് കാണിക്കുന്നേ ഇല്ല, അവർ ഇൻവിസിബിളാണ്. ബൈ ദ ജനറിക് യൂസ് ഓഫ് ദ മാസ്കുലിൻ പ്രൊനൗൺ, എന്തിൻ്റെ ഉപയോഗത്തോടു കൂടി അവർ ടോട്ടലി തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തിട്ട് യൂസേജ് ഓഫ് മാസ്കുലിൻ പ്രൊനൗൺ ആയിട്ടുള്ള ഹിയോ ഹിമോ അല്ലെ ഹീസോ ഇത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീയെയും പുരുഷനെയും കുറിച്ച് പറയുന്ന ചില സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് ടു റെഫർ ടു ബോത്ത് മെൻ ആൻഡ് വിമൻ, സ്ത്രീയെയും പുരുഷനെയും സൂചിപ്പിക്കാൻ. മറ്റു ചില ഉദാഹരണം മാൻ പവർ, മാൻ കൈൻഡ്, മാൻ മെയ്ഡ് are also generic expressions signifying human beings in general. ഇതേപോലെ മാൻ പവർ എന്ന് പറയാറുണ്ട്. മാൻ പവർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ശക്തിക്കാണ് എന്തെങ്കിലും മാൻ പവർ. നമ്മൾ പല മാൻ കൈൻഡ് എന്ന് പറയാറ് പ്രയോഗമാണ്. മാൻ മെയ്ഡ് എന്ന് പറയും, മാൻ മെയ്ഡ് മനുഷ്യനിർമ്മിതം എന്നുള്ള. ഇവിടൊക്കെ ഒരു ജനറിക് എക്സ്പ്രഷൻസാണ്. എന്തിന്? ഹ്യൂമൻ ബീങ്സിന്, അതായത് മനുഷ്യനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ. മാൻ പവറും മാൻ കൈൻഡും മാൻ മെയ്ഡൊക്കെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു ജനറലായിട്ട് ഉപയോഗിക്കുമ്പോഴും കൊണ്ടുവരുന്നത് മാൻ എന്നുള്ള ഒരു മാസ്കുലിനായിട്ടുള്ള വേർഡിനെയാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഭാഷയിൽ ഒരു ജെൻഡർ ഡിഫറൻസ് ഉണ്ടാക്കുന്നതിന് ശ്രമിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ്. വിച്ച് ഷോസ് മെയിൽ ഡൊമിനേഷൻ, അതും കാണിക്കുന്നത് ഒരു മെയിൽ ഡൊമിനേഷൻ, പുരുഷ മേധാവിത്വം എന്നുള്ളത് കൃത്യമായി പ്രകടമാക്കുന്നതാണ് ഇത്തരം വാക്കുകളും. In 1975, Robin Lakoff identified a women's register which she argued served to maintain women's inferior role in society. 1975 റോബിൻ ലാക്കോഫ് എന്ത് ചെയ്തു? ഒരു വിമൻസ് രജിസ്റ്റർ, ഒരു സ്ത്രീകളുടേതായിട്ടുള്ള രജിസ്റ്റർ കണ്ട്. വിച്ച് ഷി ആർഗ്യൂഡ് സെർവ്ഡ് ടു മെയിൻറ്റെയിൻ, അത് അവർ പറഞ്ഞത് എന്തിനു വേണ്ടി? ടു മെയിൻറ്റെയിൻ വിമൻസ് റോൾ ഇൻ സൊസൈറ്റി, സമൂഹത്തിലുള്ള അവരുടെ റോളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതായിരുന്നു അത്. ഷീ അഫേംസ് ദാറ്റ്, അവർ അതിൽ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, വിമൻ ടെൻ ടു യൂസ് ലിംഗ്വിസ്റ്റിക് ഫോംസ്, സ്ത്രീകൾ എന്ത് ചെയ്യാണ്? അതിനെ ഉപയോഗിക്കാൻ ആ ഒരു പ്രവണത കാണിക്കുന്നു. ദാറ്റ് റിഫ്ലക്റ്റ് ആൻഡ് റീഇൻഫോഴ്സ്, അതായത് സബോർഡിനേറ്റ് റോളിനെ പ്രതിഫലിപ്പിക്കുന്ന, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, ഈ റീഇൻഫോഴ്സ് ശക്തിപ്പെടുത്തുന്ന ചില പ്രയോഗങ്ങൾ, ലിംഗ്വിസ്റ്റിക്സ് ഫോംസാണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ അവർക്കൊരു എന്താണ്, സ്ത്രീകൾ ഓട്ടോമാറ്റിക്കലി ഉപയോഗിച്ച് പോകുന്നത് എന്നർത്ഥം. ടെൻ ടു യൂസ് എന്നർത്ഥം. അവർ കൂടുതൽ അതിനുള്ള പ്രവണത കാണിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഒരു സബോർഡിനേഷനെ സമ്മതിക്കുന്ന തരത്തിലുള്ള ചില ഭാഷാ പ്രയോഗങ്ങൾ. ദീസ് ഇൻക്ലൂഡ് ടാഗ് ക്വസ്റ്റ്യൻസ്, അവരതിന് പറഞ്ഞത് ചില ടാഗ് ക്വസ്റ്റ്യൻസ്, അതേപോലെ ക്വസ്റ്റ്യൻ ഇൻറ്റോണേഷൻസ് ഒക്കെ അതിൽ ഉദാഹരണങ്ങൾ. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് മെൻ ആൻഡ് വിമൻ ഡിഫർ ഇൻ ദെയർ യൂസ് ഓഫ് ക്വസ്റ്റ്യൻസ്, സ്ത്രീകളും പുരുഷന്മാരും ചോദ്യങ്ങൾ അവരുപയോഗിക്കുന്നിടത്ത് വ്യത്യാസപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻ കോൺവെർസേഷൻസ്, നമ്മുടെ സംഭാഷണങ്ങളിൽ. ഉദാഹരണത്തിന്, ഫോർ മെൻ എ ക്വസ്റ്റ്യൻ ഈസ് യൂഷ്വലി എ ജെനുവിൻ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ.
ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരാളൊരു ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കാം? എ ജെനുവിൻ റിക്വസ്റ്റ്, ഒരു അപേക്ഷ, ആ കാര്യം അറിയുന്നതിന് വേണ്ടിയുള്ളൊരു തനി റിക്വസ്റ്റ് ആവാം. എന്തിനു വേണ്ടി? ആ ഇൻഫർമേഷൻ എന്താ ചോദിക്കുന്ന കാര്യം കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി. വിത്ത് വിമിൻ അതേ സമയത്ത് whereas with women it can often be a rhetorical means of engaging the others conversational contribution. ഒന്നുകിൽ അതെന്താവാം, often be a rhetorical means, അതായത് ചോദ്യം എന്നുള്ളൊരു ഉദ്ദേശം തന്നെ. അതായത് മറ്റേ ആളെ എൻഗേജിങ് ദ അതേഴ്സ് കോൺവെർസേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സംസാരിപ്പിക്കുന്നതിന് വേണ്ടി അവരെ അതിനുള്ളൊരു മാർഗ്ഗമായിരിക്കാം ഈ ചോദ്യം ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം എന്നുള്ളതാണ്. പിന്നെ അവർ പറയുന്നത്, അതായത് ഇറ്റ് ക്യാൻ ബി ഓഫൻ ബി റെട്ടറിക്കൽ മീൻസ്, അതിനുണ്ടാകുന്ന ഒരു ചോദ്യം എന്നുള്ളൊരു മാർഗം ഓഫ് എൻഗേജിങ് ദ അതേഴ്സ് കോൺവെർസേഷണൽ കോൺട്രിബ്യൂഷൻ, മറ്റുള്ള ഒരാളുടെ ആ ഒരു കോൺവെർസേഷണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അയാളെ സംസാരിപ്പിക്കാനുള്ള ശ്രമം, അതിനു വേണ്ടിയായിരിക്കും ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റേ ആളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുമാകാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അക്വയറിങ് അറ്റൻഷൻ ഫ്രം അതേഴ്സ്, അതായത് ഈ ഒരു സ്ത്രീ ആ ചോദ്യം ചോദിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നുള്ള ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയും ആവാം എന്നുള്ളത്. സിമിലർലി ഫീമെയിൽ ലിംഗ്വിസ്റ്റിക് ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്കലി ഷോസ് എ ഡിസയർ ടു ടേക്ക് ടേൺസ് ഇൻ കൺവേഴ്സേഷൻ വിത്ത് അതേഴ്സ്. ഫീമെയിൽ ലിംഗ്വിസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഭാഷാപരമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്കലി ഷോസ് എ ഡിസയർ, അതിനെന്തുണ്ട്, അതൊരു പ്രവണത ഉണ്ട് എന്തിന്, ടു ടേക്ക് ടേൺസ് ഇൻ കോൺവെർസേഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുടെ സംസാരത്തിൽ പെട്ടെന്ന് മാറുക എന്നുള്ളൊരു പ്രവണത കൂടുതലാണെന്നർത്ഥം. സംസാരം മാറുക അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടാകുക എന്നുള്ള ഉദാഹരണങ്ങളൊക്കെ പറയാം. വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു മെൻസ് ടെൻഡൻസി, അതേ സമയത്ത് പുരുഷന്മാർക്കുള്ള സ്വഭാവമല്ല. ടുവാർഡ് സെൻറ്ററിങ് ഓൺ ദെയർ ഓൺ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ പോയിൻറ്റിൽ സെൻറ്റർ ചെയ്തുകൊണ്ട് പിന്നെ അത് ടേണിങ്ങുകൾ ഉണ്ടാവില്ല എന്നർത്ഥം. ഓർ റിമൈനിങ് സൈലൻറ്റ് വെൻ പ്രസൻറ്റഡ് വിത്ത് വിച്ച് സച്ച് ഇംപ്ലിസിറ്റ് ഓഫേഴ്സ് ഓഫ് കോൺവെർസേഷൻ ടേൺ ടേക്കിംഗ് ആസ്, അതേപോലെ കൂടുതൽ സൈലൻറ്റും ആയിരിക്കും എന്ത് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ടേൺ ടേക്കിംഗ് നടക്കുന്ന സമയത്ത് പുരുഷന്മാരെന്നർത്ഥം. ആസ് ആർ പ്രൊവൈഡഡ് ബൈ ദ ഹെഡ്ജസ് സച്ച് ആസ്, സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണ് ഇത് ആസ് യു നോ ആൻഡ് ഈസ് ഇൻ ഇറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പ്രയോഗങ്ങൾ. അഗെയിൻ മെൻ ടെൻ ടു ബി മോർ വെർബലി അഗ്രസീവ്, പുരുഷന്മാർ എന്ത് ചെയ്യുന്നു, ടെൻ ടു ബി മോർ വെർബലി അഗ്രസീവാണ്, കൂടുതൽ വാക്കുകൾ അഗ്രസീവായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഹാഷ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നവരും കൂടിയാണ് ഇൻ കോൺവേഴ്സിങ് എന്ന് പറഞ്ഞാൽ സംഭാഷണത്തിൽ. ഫ്രീക്വൻലി യൂസിങ് ത്രെഡ്സ്, മിക്കവാറും സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും സംസാരിക്കുകയാണെങ്കിൽ കൂടുതൽ ഭീഷണിപരമായിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവുക പുരുഷൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം. പ്രൊഫേനിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ അശ്ലീലങ്ങളായിട്ടുള്ള മോശമായ സംസാരങ്ങൾ ഉണ്ടാവുക പുരുഷൻ്റെ യെല്ലിങ്, അതേപോലെ ഒച്ചയിടുക, ഭയങ്കര സ്ട്രോങ്ങിൽ സൗണ്ട് ഉണ്ടാകുക എന്നൊക്കെ ഉള്ളത് കൂടുതൽ പുരുഷൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം. ആൻഡ് നെയിം കോളിങ്, പേര് വിളിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞതൊക്കെ. അപ്പോൾ കാരണം ഈ ഒരു ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുമ്പോഴുള്ള വ്യത്യാസമാണ് പറഞ്ഞത്, അവരുടെ രീതി, വേ ഓഫ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ, അതിൽ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയും പുരുഷനും നല്ല ഭാഷാപരമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള പോയിൻറ്റുകൾ. അപ്പോൾ ഭാഷയും ജെൻഡറും തമ്മിലുള്ള റിലേഷൻസ് എന്നതിനെക്കുറിച്ചാണ് ഏകദേശം നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദെൻ ലാംഗ്വേജ് ആൻഡ് ജെൻഡർ നമ്മൾ കഴിഞ്ഞു. ലാംഗ്വേജ് ആൻഡ് റേസ്. ലിസൺ, language in the context of race is used to exclude the so-called inferior races by the superior races. ലാംഗ്വേജ് എന്നുള്ളത് in the context of race എന്നുള്ളത് വിഷയമായിട്ട് നമ്മൾ ഭാഷയെ പറ്റി പറയുമ്പോൾ is used to exclude the so-called inferiors എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകളെ, റേസുകളെ അവർ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. ബൈ ദ സുപ്പീരിയർ റേസസ് എന്ന് പറഞ്ഞാൽ ഉയർന്ന പദവിയുള്ള വംശങ്ങൾ. ദിസ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേസിസ്റ്റ് ലാംഗ്വേജ്. ഇതിന് സഹായകമായത് ഭാഷയുടെ പ്രയോഗങ്ങളിൽ കൂടിയാണ് എന്നർത്ഥം. ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേസിസ്റ്റ് ലാംഗ്വേജ്. ഓരോ വംശത്തിന് അതിനനുസരിച്ചുള്ള ഭാഷകൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, പ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് കൂടിയാണ്. ദ വേർഡ് ചിങ്കി ടു റെഫർ ടു ദ ചൈനീസ് റേസ്, അതായത് ചൈനീസ് വംശത്തെ സമൂഹത്തെ സൂചിപ്പിക്കുന്നൊരു വാക്കാണ്, പ്രയോഗമാണ് ഇത് ചിങ്കി എന്ന് പറയും. അതുപോലെ നിഗ എന്ന് പറയും, അല്ലെങ്കിൽ ബ്ലാക്കി എന്ന് പറയുന്നവരെ ഫോർ ദി ആഫ്രിക്കൻ റേസസ് ആൻഡ് റീസെൻ്റ്ലി ഇൻ ബ്രിട്ടനിലൊക്കെ ആഫ്രിക്കൻ റേസുകൾ അറിയപ്പെട്ട പേരാണ് നിഗർ, ബ്ലാക്കി എന്നൊക്കെ ഉള്ളത്. ഈ അടുത്തായിട്ട് ബ്രിട്ടനിൽ ദ യൂസ് ഓഫ് ദ വേർഡ് പാക്കി എന്ന് പറയുന്നുണ്ട് ഫോർ പാകിസ്ഥാനീസ്. അത് പാകിസ്ഥാനികളെ മാത്രം സൂചിപ്പിക്കാൻ പാക്കി എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം എക്സാമ്പിൾസ് ഓഫ് സച്ച് എ യൂസ് ഓഫ് ലാംഗ്വേജ്. ഭാഷ ഒരു വംശത്തെ പ്രത്യേകം എടുത്തു കാണിക്കുന്നതിന് വേണ്ടി, ഒരു വംശത്തെ വേർതിരിക്കുന്നതിന് വേണ്ടി, ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി
പിന്നെ ഭാഷ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിനുള്ള തെളിവുകളാണ്. Such racial identifiers were used to selectively support beliefs in white supremacy. These kind of identifiers, like these words, nigger, chingy, this like words were used to selectively support. ഇത് ഉപയോഗപ്പെടുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? സപ്പോർട്ട് ബിലീവ്സ് ഇൻ വൈറ്റ് സുപ്രീമസി. വൈറ്റ്, അതായത് വെള്ളക്കാരുടെ ആ പ്രമാദിത്യം എന്നുള്ള അതിൽ ആ സുപ്രീം പവർ അവരാണ് എന്നുള്ളത് വിശ്വസിപ്പിക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്? ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. The word denigrate, which means to insult, evolved from the perception of values and nigger stands for. ഒരു ഇംഗ്ലീഷിലുള്ളൊരു വാക്കാണ് ഡെനിഗ്രേറ്റ്. ഡെനിഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻസൾട്ട്, ഒരാളെ പിന്നെ മോശപ്പെടുത്തുക, അപമാനപ്പെടുത്തുക എന്നുള്ള ഒരു അർത്ഥത്തിൽ വരുന്ന വാക്ക് ഡെനിഗ്രേറ്റ് എന്നുള്ള. അത് ഇവോൾവ്ഡ് ഫ്രം ദ പെർസെപ്ഷൻ ഓഫ് ദ വാല്യൂസ്. അത് ഏത് വാക്കിൽ നിന്ന് ഉൾക്കൊണ്ട് വന്നതാണ്? പെർസെപ്ഷൻ ഓഫ് ദ വാല്യൂസ് എ നിഗർ സ്റ്റാൻഡ്സ് ഫോർ. അതായത് നിഗർ എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ സാധാരണ പറയാൻ, നിഗർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരായ അവർക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നിഗർ. അവരുടെ വാല്യൂസിനേക്കുള്ളൊരു വീക്ഷണമായിട്ടാണ് എന്ത് ചെയ്തത്? അവർ ഈ വാക്ക് ഡെനിഗ്രേറ്റ് എന്നുള്ള വാക്ക് പോലും, അതായത് ഒരു കാര്യത്തെ മോശപ്പെടുത്തുക എന്നുള്ളൊരു വാക്ക് ഇംഗ്ലീഷിൽ കണ്ടുപിടിച്ചത് പോലും ഇവരെ അപമാനിക്കുന്നതിന് വേണ്ടിയാണെന്ന് പറയപ്പെടുന്നത്. Although nigger has been used to refer to any person of non-African ancestry, ഈ പിന്നെ നിഗർ എന്ന് പറയപ്പെടുന്ന ഈ വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് എനി പേഴ്സൺ ഓഫ് നോൺ ആഫ്രിക്കൻ ആൻസസ്ട്രി പിള്ളട്ട ആർക്കും പറയപ്പെടുന്നൊരു വാക്കാണ് നിഗർ. ഇറ്റ് ഈസ് യൂഷ്വലി ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് ബ്ലാക്സ്. പ്രത്യേകിച്ച് അങ്ങനെയാണെങ്കിൽ പോലും ആഫ്രിക്കൻ ജനതയാണ് നിഗർ എന്ന് പ്രയോഗിക്കുന്നതെങ്കിൽ പോലും ഇറ്റ് ഈസ് യൂഷ്വലി ഡയറക്റ്റഡ്, ഇത് കാര്യമായിട്ട് സൂചിപ്പിച്ചത് ആരെക്കുറിച്ചാണ്? അഗെയിൻസ്റ്റ് ബ്ലാക്സ് വൂ സപ്പോസഡ്ലി ഹാവ് സർട്ടൻ നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്നാണ് കറുത്ത വർഗ്ഗക്കാരായ നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സമൂഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്തത്? ഈ നിഗർ എന്നുള്ളത് വാക്കും അതുപോലെ അതിൽ നിന്നുള്ള ഡെനിഗ്രേറ്റ് എന്നുള്ള വാക്കൊക്കെ ഉപയോഗത്തിൽ വന്നത് എന്നർത്ഥം. They are portrayed as lazy, ignorant and obsessively self-indulgent. കറുത്ത വർഗ്ഗക്കാരെ അവർ ചിത്രീകരിച്ചത് ലേസി. ദേ പിക്ചറൈസ്ഡ് ദം ആസ് ലേസി, ഇഗ്നോറൻറ്റ് ആൻഡ് ഒബ്സസീവ്ലി സെൽഫ് ഇൻഡൾജൻറ്റ്. സ്വാർത്ഥമായ ചിന്തകളിൽ മുഴുകുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് ഇവരെ ചിത്രീകരിച്ചത്. ദേ ആർ ഓൾസോ ഡിപ്പിക്റ്റഡ് ആസ് ആംഗ്രി, ഫിസിക്കലി സ്ട്രോങ്, അനിമലിസ്റ്റിക് ആൻഡ് പ്രോൺ ടു വാണ്ടൺ വയലൻസ്. വീണ്ടും അവരെ ചിത്രീകരിച്ച് ആംഗ്രി, ദേഷ്യപ്പെടുന്നവർ, ഫിസിക്കലി സ്ട്രോങ്, ശാരീരികമായ ബലമുള്ള ആളുകൾ, അനിമലിസ്റ്റിക്, മൃഗസ്വഭാവമുള്ളവരും, ആൻഡ് പ്രോൺ ടു വാണ്ടൺ വയലൻസ്, എപ്പോഴും ദേഷ്യപ്പെടാനും എന്ത് വയലൻസുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ടെൻഡൻസി ഉള്ളവരുമാണെന്നാണ് അവരെന്ത് ചെയ്തത്? ഇവർ ചിത്രീകരിച്ചത്. ദർ ആർ ഓൾസോ ട്രൈറ്റ്സ് ഹിസ്റ്റോറിക്കലി റെപ്രസെൻറ്റഡ് ബൈ ദ വേർഡ് നിഗർ. ചരിത്രപരമായിട്ടുള്ള അവർക്ക് നൽകിയ ചില ഗുണങ്ങളുമുണ്ട് ഈ വാക്ക് നിഗർ എന്നുള്ള വാക്ക് പ്രയോഗം വെച്ചുകൊണ്ട്. ദിസ് ഡിപ്പിക്ഷൻ ഈസ് ഓൾസോ ഇംപ്ലൈഡ് ഇൻ ദ വേർഡ് നിഗർ. ഈ ഒരു ചിത്രീകരണം കൃത്യമായും ഇംപ്ലൈഡ് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇൻ ദി വേർഡ് നിഗർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരെ ചിത്രീകരിച്ച ഏറ്റവും എന്താ പറയുക, പരുക്കൻ സ്വഭാവത്തിലുണ്ടാവുകൾ, മൃഗസ്വഭാവമുള്ളവർ, ശാരീരിക ബലമുള്ളവർ, ദേഷ്യപ്പെടുന്നവർ, ലേസി പീപ്പിൾ, ഇഗ്നോറൻറ്റ്, ഇങ്ങനെയുള്ള സെൽഫ് ഇൻഡൾജൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഈ നിഗർ എന്ന വാക്കിലൂടെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? സൂചിപ്പിക്കാൻ തുടങ്ങി. നിഗർ ഓൾസോ സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റലക്ച്വലി ചൈൽഡ് ലൈക്ക്. നിഗർ എന്നുള്ള വാക്ക് മറ്റൊന്ന് ഈ കുട്ടികളെ പോലെ മാത്രം ബുദ്ധിയുള്ളവരെന്നും, ഫിസിക്കലി അൺഅട്രാക്റ്റീവ്, ശാരീരികമായിട്ട് അവർ അൺഅട്രാക്റ്റീവായിട്ടുള്ളവരും, ആൻഡ് നെഗ്ലക്റ്റ്ഫുൾ ഓഫ് ദെയർ ബയോളജിക്കൽ ഫാമിലീസ്, അവരുടെ കുടുംബത്തെ മൈൻഡ് ചെയ്യാത്തവർ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ, മറ്റു അനിയന്മാരെ മൈൻഡ് ചെയ്യാത്തവരെന്നൊക്കെ ഈ ഒരു വാക്കുകൊണ്ട് അവർ സൂചിപ്പിച്ചു, നിഗർ എന്നുള്ള വാക്കുകൊണ്ട്. ദീസ് ലേറ്റർ ട്രൈറ്റ്സ് ഹാവ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ബ്ലാക്സ്. ഈ ഗുണങ്ങൾ പിന്നീട്, ഈ ഒരു സ്വഭാവവിശേഷണങ്ങൾ പിന്നീട് കറുത്ത വർഗ്ഗക്കാരെ കുറിച്ച് പരാമർശിച്ചു. ജനറലി ആൻഡ് ആർ ഇംപ്ലൈഡ് ഇൻ ദ വേർഡ് നിഗർ എന്നുള്ള വാക്കിലൂടെ സൂചിപ്പിച്ചു. ദ വേർഡ് നിഗർ ക്യാരീസ് വിത്ത് ഇറ്റ് മച്ച് ഓഫ് ദി ഹേട്രഡ് ആൻഡ് റിബൽഷൻ ഡയറക്റ്റഡ് ടുവാർഡ് ആഫ്രിക്കൻസ് ആൻഡ് ആഫ്രിക്കൻ അമേരിക്കൻ. ഈ വാക്ക് പോലും, നിഗർ എന്നുള്ള വാക്ക് പോലും അതിലടക്കം ഉൾക്കൊണ്ടിട്ടുണ്ട് ഹേട്രഡ് ആൻഡ് റിബൽഷൻ എഗെയിൻസ്റ്റ്, അതായത് വെറുപ്പിനെ, അടങ്ങാത്ത അമർഷത്തെ ആർക്കെതിരെയുള്ള
ആഫ്രിക്കക്കാരുടെയും ആഫ്രിക്കൻ അമേരിക്കൻസിനും എതിരുണ്ടായിരുന്ന ഈ വാക്കിലൂടെ പോലും അത് പ്രതിഫലിക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കലി നിഗർ ഡിഫൈൻഡ് ലിമിറ്റഡ് ആൻഡ് മോക്ക്ഡ് ആഫ്രിക്കൻ അമേരിക്കൻസ്. ചരിത്രപരമായി നിഗർ എന്നുള്ള വാക്ക് അവർ ഡിഫൈൻ ചെയ്തത് ലിമിറ്റഡ് ആൻഡ് മോക്ക്ഡ് ആഫ്രിക്കൻ അമേരിക്കൻസിന് മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടാണ്, അവരെ പരിഹസിച്ചുകൊണ്ടാണ്. ഇറ്റ് വാസ് എ ടേം ഓഫ് എക്സ്ക്ലൂഷൻ. യഥാർത്ഥത്തിൽ നിഗർ എന്ന് പറഞ്ഞതൊരു സമൂഹത്തെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന, അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ടേമാണ്. എ വെർബൽ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വാചികമായിട്ട് ഒരു വാക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ഒരു സമൂഹത്തെ വേർതിരിക്കുന്നതിന് വേണ്ടി, അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി. whether used as a noun, verb or adjective, it reinforced the stereotype of lazy, stupid, dirty, worthless parasite. ഇത് നൗണായിട്ടോ വെർബായിട്ടോ അഡ്ജക്റ്റീവായിട്ടോ എങ്ങനെ ഉപയോഗിച്ചാലും വേർഡിൽ അതിൻ്റെ അർത്ഥം അതൊരു സ്റ്റീരിയോടൈപ്പ് ഓഫ് ലേസി എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കുകൊണ്ട് ഉള്ള ആകെയുള്ള അർത്ഥം ലേസി പീപ്പിളാണ്, സ്റ്റുപ്പിഡാണ്, ഡേർട്ടിയാണ്, വർത്ത്ലെസ് പാരസൈറ്റ് എന്നുള്ള ഒരു ഉപയോഗമില്ലാത്ത ഡേർട്ടി, സ്റ്റുപ്പിഡ്, ലേസി പീപ്പിളാണ് അവർ എന്നുള്ള അതിനെ ഒരു റീഇൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വാക്കിന് എന്ത് ചെയ്തത്, നൗണായിട്ടോ വെർബായിട്ടോ അഡ്ജക്റ്റീവായിട്ടോ ഏത് രീതിയിൽ വന്നാലും അതിനെ ഉപയോഗിച്ചത്. അമേരിക്കൻസ് ക്രിയേറ്റഡ് എ റേഷ്യൽ ഹെറാർക്കി വിത്ത് വൈറ്റ്സ് ആൻഡ് ടോപ്പ് അറ്റ് ദ ടോപ്പ് ആൻഡ് ബ്ലാക്സ് അറ്റ് ദ ബോട്ടം. ഈ അമേരിക്കൻസ് അവർ ഒരു വംശീയപരമായിട്ടുള്ള ഹെറാർക്കി, ഒരു ശ്രേണി അവരുണ്ടാക്കിയിരുന്നു. വിത്ത് വൈറ്റ്സ് അറ്റ് ടോപ്പ്, വെള്ളക്കാരെ ഏറ്റവും ഉന്നതിയിലും കറുത്ത വർഗ്ഗക്കാരെ ബോട്ടം ഏറ്റവും താഴെയാക്കിക്കൊണ്ട്. The hierarchy was strengthened by an ideology which justified the use of deceit, manipulation and coercion to keep blacks in their place. ഈ ഒരു ഹെറാർക്കി അതിനെ ശക്തിപ്പെടുത്തി എന്ത് വെച്ചിട്ട്, ചില ഐഡിയോളജികൾ വെച്ചിട്ട്. എങ്ങനത്തെ ഐഡിയോളജികൾ? ജസ്റ്റിഫൈഡ് ദ യൂസ് ഓഫ് ഡെസീറ്റ്, മാനിപ്പുലേഷൻ, അതായത് വഞ്ചന, അതേപോലെ ബലാത്കാരങ്ങൾ, കൃത്രിമത്വങ്ങൾ, ഇതൊക്കെ കൂടുതൽ ചെയ്യുന്നവരാണ് ഇവർ എന്ന് വരുത്തി തീർത്തുകൊണ്ട് നിർത്താം. അവർ വെള്ളക്കാരേറ്റവും നല്ല ഉന്നതരും ഇവർ ഇത്തരത്തിലുള്ള മോശം പ്രവർത്തനത്തിൻ്റെ ആളുകളും എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്, ഈ ഒരു വേർതിരിവ് ഹെറാർക്കി അവർ വരുത്തിയത്. അവരെ മാക്സിമം ബ്ലാക്ക് പീപ്പിൾ എന്തായി, ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്നുള്ള സ്ഥാനത്ത് അവരെ ഇരുത്തിയിട്ട്. എവറി മേജർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫേർഡ് ലെജിറ്റിമസി ടു ദ റേഷ്യൽ ഹെറാർക്കി. അന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങളും വ്യവസ്ഥകളൊക്കെ അതിന് ആധികാരികത കൊടുത്തു. ടു റേഷ്യൽ ഹെറാർക്കി, അതായത് വംശീയപരമായിട്ട് വ്യത്യാസമുണ്ടെന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തു. മിനിസ്റ്റേഴ്സ് പ്രീച്ച്ഡ് ദ ഗോഡ് ദാറ്റ് ഗോഡ് ഹാഡ് കണ്ടംഡ് ബ്ലാക്സ് ടു ബി സെർവൻറ്റ്. അവിടെ പുരോഹിതന്മാർ, പള്ളികളിലൊക്കെയുള്ള പുരോഹിതന്മാർ അവർ പ്രസംഗിച്ചത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഗോഡ് ഹാഡ് കണ്ടംഡ് ബ്ലാക്സ് ടു ബി സെർവൻറ്റ്. കറുത്ത വർഗ്ഗക്കാരായ ആളുകളെ സേവനം ചെയ്യുന്നവരായിട്ട്, അതായത് സെർവൻസ്, വീട്ടിൽ ജോലികൾ ചെയ്യുന്നവരാക്കി മാത്രം ദൈവം എന്ത് ചെയ്തിരിക്കുന്നു, അവരെ ശപിച്ചിരിക്കുന്നു, അവരെ കണ്ടം ചെയ്തിരിക്കുന്നു എന്നെന്ത് ചെയ്തു പുരോഹിതന്മാർ, മിനിസ്റ്റേഴ്സ് പറയാൻ തുടങ്ങി. വൈറ്റ് ടീച്ചേഴ്സ് ടീച്ചിങ് ഓൺലി വൈറ്റ് സ്റ്റുഡൻസ്. വെള്ളക്കാരായ ടീച്ചേഴ്സ് അവർ ആകെ വെള്ളക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ മാത്രം പഠിപ്പിച്ചിരുന്നവർ taught that blacks were less evolved cognitively. ഈ കറുത്ത വർഗ്ഗക്കാർക്ക് ബുദ്ധി വളരെ കുറവാണെന്നും സൈക്കോളജിക്കലി ആൻഡ് സോഷ്യലി എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടും സോഷ്യലായിട്ടും അവർ വളരെ കുറവാണ്, അവർ വളരെ താഴെക്കിടയിലുള്ളവരാണെന്ന് ചെയ്തതു ടീച്ചേഴ്സ് പോലും അവരുടെ വെള്ളക്കാരായ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. ദ എൻ്റർടൈൻമെൻറ്റ് മീഡിയ പോർട്രേഡ് ബ്ലാക്സ് ആസ് എ ഡോസൈൽ സെർവൻറ്റ്. എൻ്റർടൈൻമെൻറ്റ്, അതായത് പരസ്യങ്ങളും അതേപോലെ കാർട്ടൂണുകളും അതുപോലുള്ള സിനിമകളെല്ലാം മീഡിയ പോർട്രേഡ് ബ്ലാക്സ്, കറുത്ത വർഗ്ഗക്കാരെ ചിത്രീകരിച്ചത് ആസ് ഡോസൈൽ സെർവൻറ്റ്, ഇണങ്ങുന്ന ചില സെർവൻ്റുകളായിട്ട്. ഹാപ്പി ഗോ ലക്കി ഇഡിയറ്റ്സ്, വെറും കാര്യങ്ങൾ അന്നത് കഴിഞ്ഞു പോകുന്ന ഇഡിയറ്റുകളായിട്ട്. ആൻഡ് ഡേഞ്ചറസ് തഗ്സ്, വില്ലന്മാരായിട്ടൊക്കെയാണ് എന്ത്, അപകടകാരികളായിട്ടുള്ള കൊള്ളക്കാരൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്തത് ഇത്തരത്തിൽ എൻ്റർടൈൻമെൻറ്റ് മീഡിയ പോലും അവർ ചിത്രീകരിച്ചത്. ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം സാങ്ഷൻഡ് എ ഡബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ജസ്റ്റിസ്. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, അതായത് കുറ്റകൃത്യം ചെയ്യുന്ന നീതി വ്യവസ്ഥ പോലും സാങ്ഷൻഡ് എ ഡബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ജസ്റ്റിസ്, അത് സാങ്ഷൻ ചെയ്തതിനെ ഡബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ജസ്റ്റിസ്, രണ്ട് നിലവാരത്തിലുള്ള നീതി, ഇൻക്ലൂഡിങ് ഇറ്റ്സ് ടാസിറ്റ് അപ്രൂവൽ ഓഫ് മോബ് വയലൻസ് അഗെയിൻസ്റ്റ് ബ്ലാക്സ്. അതിൻ്റെ വ്യക്തമായ അംഗീകാരം ഉണ്ടായിട്ട് പോലും ഓഫ് മോബ് വയലൻസ് അഗെയിൻസ്റ്റ്, അതായത് മൗനാനുവാദം കൊടുത്തുകൊണ്ട്, ടാസിറ്റ് അപ്രൂവൽ എന്ന് പറഞ്ഞാൽ മൗനാനുവാദം കൊടുത്തുകൊണ്ട് ഓഫ് മോബ് വയലൻസ് അഗെയിൻസ്റ്റ്, അതായത് കറുത്ത വർഗ്ഗക്കാർക്കെതിരെ നടത്തപ്പെടുന്ന അതിക്രമങ്ങൾക്കെതിരെ മൗനാനുവാദം കൊടുത്തുകൊണ്ട് നീതി വ്യവസ്ഥ പോലും എന്ത് ചെയ്തു
ഇതിനെ സാങ്ഷൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വൈ പീപ്പിൾ കണ്ടിന്യൂ ടു ആംഗ്വിഷ് ഓവർ യൂസിങ് ഐഡൻറ്റിഫയേഴ്സ്. അതുകൊണ്ട് തന്നെ പീപ്പിൾ കണ്ടിന്യൂ ടു ആംഗ്വിഷ്, അവർ അവലാതിപ്പെടാൻ തുടങ്ങി, പ്രയാസം ദുഃഖം അറിയിക്കും ഓവർ യൂസിങ് ഐഡൻറ്റിഫയേഴ്സ്, ഇത്തരത്തിലുള്ള ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിക്കുന്നതിലെന്നർത്ഥം. അപ്പോൾ ഈ ലാംഗ്വേജ് ആൻഡ് റേസ് എന്ന് പറയുന്നത് ഇന്നും നിലനിൽക്കുന്നൊരു കാര്യമാണ്. ഇന്നും ഇപ്പോൾ അമേരിക്കയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ഈ റേസ്, അതായത് ഈ നിഗ എന്ന് പറഞ്ഞ പോലെ ഈ ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അവർക്കെതിരെയുള്ള പ്രയോഗങ്ങളും എല്ലാം അവർ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷണം വെച്ച് പുലർത്തുന്നവരാണെന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 പോയിൻറ്റ്സുകൾ നോട്ട് ചെയ്യുക. ലാംഗ്വേജ് റേസുമായിട്ടും ജെൻഡറുമായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഡിഫറൻസസ് എന്നൊക്കെയുള്ള പോയിൻ്റ്. ഓക്കെ, താങ്ക് യു, സീ യു.